ഓ മോഗ്ലി എങ്ങോട്ട് പോവാ? അമ്മ വീഴരുത്. അമ്മയുടെ കൈക്ക് ആക്ച്വലി സ്ട്രെങ്ത് അല്ല. ട്രൈ ചെയ്യാതെ പോകരുതല്ലോ. തൂങ്ങ്. പിടിച്ച് വലിച്ചു നോക്കുക, അത് പറ്റുമോ ഇല്ലയോ. ഞങ്ങൾ നടുവടിച്ച് വീഴരുത്. തൂങ്ങ്. ഫുൾ സപ്പോർട്ട്. തൂങ്ങ്. അച്ചൂടാ. എന്നെപ്പോലെ എക്സ്പ്ലോറിങ് ഇഷ്ടമുള്ള ആളാണ് നിങ്ങൾ എങ്കിൽ SSR ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഈ ജയൻറ്റ് വാട്ടർ ലില്ലി കാഴ്ചകൾ കാണാൻ എന്നോടൊപ്പം വരണേ. അപ്പം നമ്മൾ ഇപ്പം വന്നിരിക്കുന്നത് SSR ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. അതിനുശേഷം ഇത് ഒരു 91 ഏക്കേഴ്സ് ഓഫ് ലാൻഡിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുവാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു 650 പരം സസ്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അതുമെല്ലാം ഒന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ഇത് ഒരു ഷുഗർ മില്ലിൻ്റെ റെപ്ലിക്കയാണ് 1953-ലെ. നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഓർമ്മയില്ലേ, നമ്മളൊരു ഷുഗർ ഫാക്ടറിയിൽ നേരിട്ട് പോയത്. അതുപോലത്തെ ഒരു റെപ്ലിക്ക ഇവിടെ ഉണ്ടാക്കി. ഈ എത്തിക്കുന്ന സ്ഥലമാണ്. ആ മറ്റേതാ ജ്യൂസ് എടുക്കുന്നതോ? നല്ല കാറ്റല്ലേ. മറ്റേതിൻ്റെ ജ്യൂസ് അല്ല, ഇത് ഒഴുകി വരുമല്ലോ. അവിടെ ജ്യൂസ് എടുക്കുന്നത് കണ്ട പൈപ്പ് ഉണ്ടോ, അതുവഴി ഒഴുകി ഇതിനകത്ത് വീഴും. ഫിൽട്ടർ ചെയ്യോ എന്തെങ്കിലും ഉണ്ടായിരിക്കും. അതുവഴിയും കയറാമല്ലോ. ഓ ക്ഷീണിച്ചു ഒരു പരുവാവും. നല്ല ശക്തമായിട്ടിങ്ങനെ കാറ്റടിക്കുകയാണ്. അപ്പോൾ ഈ മുളയുണ്ടല്ലോ, മുള ഇങ്ങനെ കാറ്റത്ത് മുളഞ്ചില്ലികൾ ഇങ്ങനെ അടിക്കുമ്പോൾ ഒരു പ്രത്യേക സൗണ്ട് കേൾക്കുന്നില്ല. അത് പക്ഷേ നമുക്ക് വീഡിയോയിൽ കേൾപ്പിക്കാൻ പറ്റുന്നില്ല. പിന്നെ വഴിയിൽ ഫോട്ടോ എടുക്കാൻ അവസരം കിട്ടിയാൽ പിന്നെ നമ്മൾ വിടുന്ന പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. അതൊരു സ്പൈഡർ വെബ് അവരെല്ലാവരും കണ്ടത്. നാട്ടിലോട്ട് പത്തെണ്ണത്തിന് നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ മരം. ആദ്യം പിടിച്ച അമ്മ ആക്ച്വലി തൂങ്ങാൻ പോലെ തൂങ്ങി നോക്കട്ടെ. തൂങ്ങാൻ പോകുന്നു. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ മനസ്സ് പറയുന്നത് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. ഇത് റോഡിൻ്റെ പേര് കണ്ടോ. അതുപോലെ തന്നെ ഇത് ബ്രിട്ടീഷുകാരുടെ ഒരു ബംഗ്ലാവാണ്. ഇപ്പോഴും നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുണ്ട്. നിറയെ തെങ്ങുകൾ നമുക്കവിടെ കാണാൻ കിട്ടും. അതുപോലെ തന്നെ ഇത് നമ്മുടെ നാട്ടിൽ നിറച്ചുണ്ടായിരുന്ന ഒരു ചെടിയല്ലേ, ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇതെന്ന് പറയുന്ന നേഷനെ റെസ്പെക്റ്റ് ചെയ്യണമെന്നൊക്കെ ഒരു ചെറിയ സൈൻ ബോർഡ് പോലെ. ഈ ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താ മണമായിരുന്നെന്നറിയാവോ. അതുപോലെ ഇതിലെ വണ്ടുകളെ നോക്കിക്കുക, ഇതിൻ്റെ കളറും എല്ലാം കൂടെ എന്ത് രസം. ഇതാ അതിൻ്റെ ആ ഒരു പ്ലാന്റ് ചെടി നമുക്ക് കാണാൻ കിട്ടും. നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ ഒരു 85ഓളം ടൈപ്പ് പാം ട്രീസ് നമുക്ക് കാണാൻ കിട്ടും അവിടെ. ഇത് അവരുടെ ഫാദർ ഓഫ് ദ നേഷനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഇതായിട്ട് അവിടെ കാണിച്ചിരിക്കും. അവിടെ ഒരു വാട്ടർ ലില്ലിയുടെ ഫ്ലവറാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ആ കാഴ്ചകളിലോട്ട് പോകുന്നേ ഉള്ളൂ. ഇതുപോലെ ഇത് ഓരോ മരത്തിനും ഓരോ കഥയുണ്ട് കണ്ടോ. ഓരോ മരവും ആര് നട്ടു, എവിടെ നട്ടു, എന്താ, അതൊക്കെ നമുക്കിവിടെ കാണാൻ കിട്ടും. അമ്മ ഒരു മരം കണ്ടു. ഹാരി പോട്ടറിലെ മരമാണ്. അവിടെ മരം, ആ മരം ഇങ്ങനെ അടിക്കും. ഇതെന്ത് മരം കേട്ടോ. ക്രീപ്പർ ഇങ്ങനാവോ? മാവേല അല്ലേ? മാവേ പടർന്നിരിക്കുക. പ്ലാന്റ്സിനെയും ട്രീസിനെയും ഒക്കെ കുറിച്ച് റിസർച്ചൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ. ഇടയ്ക്കിടയ്ക്ക് വേറെ കുറച്ച് കാഴ്ചകളും കാണാൻ കിട്ടും. മീൻ എന്തിവിടെ പോയി കാണുന്നില്ല ഇപ്പം. പോകുന്ന വഴിയിൽ കണ്ട മനോഹരമായ കുറച്ച് പൂക്കളാണ് കേട്ടോ. വെള്ളയും ലൈറ്റ് പർപ്പിൾ ഷെയ്ഡിലുമായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇത് വെള്ള കളറിലെ താമരത്തോട്ടം. പൂവിൻ്റെ ഒക്കെ ടൈമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ എല്ലാം ഇങ്ങനെ താമര വിത്തുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ മുതുകുളത്തെ അമ്മാവിയുടെ വീഡിയോയിൽ ഇങ്ങനെ താമര വിത്ത് ഞാൻ പറിക്കുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു താമര വിത്ത് കണ്ടിട്ടില്ല. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കണ്ട നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിരുന്നു. ഇത് അതുപോലെ നിറച്ച് താമര വിത്തുമായിട്ട് നിൽക്കുകയാണ്. അതുപോലെ ഇതിനകത്ത് നിറച്ച് മീനുകളാണ് കേട്ടോ. നമുക്ക് കാണാൻ പറ്റുമോ എന്നറിയുന്നില്ല. ഇനിയാണ് മക്കളെ വിസ്മയവിരുന്നു. ഇതെന്തൊരു കാഴ്ചയായിരുന്നു എന്നറിയാവോ. ഇതാണ് ജയൻറ്റ് വാട്ടർ ലില്ലി. ഇതിൻ്റെ ഒരു ഇലയെന്ന് പറയുന്നത്
2 തൊട്ട് 3 മീറ്റർ വ്യാസമുണ്ട്. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കണം, എന്തൊരു വലുപ്പമാണ് ആ ഒരു ഇലകൾക്ക്. ഇതിൻ്റെ പൂക്കൾ കണ്ടോ, വെള്ള കളറും ഉണ്ട്, പിങ്ക് കളറുണ്ട്. അപ്പോൾ അതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് ഇതിൻ്റെ പൂവെന്ന് പറയുന്നത് രാത്രിയിൽ നല്ല മണത്തോടു കൂടി വെള്ള കളറിലാണ് ഇങ്ങനെ വിരിയുന്നത് കേട്ടോ. ആ ഒരു ടൈമിൽ ഇതിൻ്റെ മണം കൊണ്ടിട്ട് മണം അടിച്ചിട്ട് വണ്ടുകൾ ഇതിൽ ട്രാപ്പാകും കേട്ടോ, ആകർഷിച്ചു വരികയും ഇങ്ങനെ ഈ പൂവിൽ പരാഗണം നടക്കും. ആ ഒരു ടൈമിലെന്ന് പറയുന്നത് ഈ പൂക്കൾ ഇതിൻ്റെ പൂമ്പടി പുറത്തു വിടുകയും ആ ഒരു ടൈമിൽ അതുപോലെ ഇതങ്ങ് കൂമ്പും. ഈ പൂ ഇങ്ങനെ കൂമ്പി മുട്ടുപോലെ ആവും. മുട്ടുപോലെ വരുന്ന ആ ഒരു ടൈമിൽ കണ്ടോ, പിങ്ക് മുട്ടുപോലെ നിൽക്കുന്നുണ്ടോ. അങ്ങനെ ആ ഒരു വണ്ടിനെ ഇതിൽ ട്രാപ്പാക്കിയിരിക്കുക. വീണ്ടും വണ്ട് നെക്സ്റ്റ് ഡേ ഈ പൂ വിരിഞ്ഞു കഴിയുമ്പം വീണ്ടും അത് ഒരു പിങ്ക് കളറിലെ പൂവാവുകയും അതുപോലെ ഈ പൂവിൽ നിന്ന് പോകുന്ന വണ്ട് അടുത്ത വൈറ്റ് കളറിലെ പൂവിൽ പോയി വീണ്ടും പരാഗണം നടക്കുകയും ചെയ്യും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥ. അതാ ഇവരിവിടെ കാണിച്ചിരിക്കും. ഇതിന്റെ പ്രൊപ്പഗേഷൻ ഫിസിയോളജി, അത് ആദ്യം വൈറ്റ് ഫ്ലവർ ആണല്ലോ, അത് ഫീമെയിലാ. അത് പോലൻസ് നല്ല സ്വീറ്റ് പൈനാപ്പിൾ പോലത്തെ സെന്റ് കൊടുക്കും. ഈ കാഴ്ച കാണാൻ മാത്രം ആൾക്കാർ വരുന്നതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇലയെന്ന് പറയുന്നത് ഭയങ്കര ഷാർപ്പാട്ടോ, അടിവശം അതൊരു പർപ്പിൾ ഒരു റെഡിഷ് കളറിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മുടെ വാരിയലിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലാണ് അതിരിക്കുന്നത്. ഭയങ്കര സ്ട്രോങ് 8 മീറ്ററോളം ഇതിങ്ങനെ വെള്ളത്തിൽ താഴോട്ട് പോകും. അപ്പോൾ അത് നമ്മുടെ കപ്പലുകളിലൊക്കെ നങ്കൂര വിടത്തില്ലേ, അതുപോലാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷേപ്പ് കണ്ടോ, ഇലയുടെ ബാക്ക് സൈഡ് ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്യുകയും ചെയ്യും കേട്ടോ. ഇല ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് ഇതൊരു കുഞ്ഞില ഇങ്ങനെ വിരിയുമ്പോൾ ഇങ്ങനെ ഇത് പെർ ഡേ ഒരു 5 സ്ക്വയർ ഫീറ്റോളം വലുതാവുമെന്നാണ് അവരിങ്ങനെ പറയുന്നത്. ഇതിങ്ങനെ ഒരാൾ പിടിച്ചിരിക്കുന്ന പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതുപോലെ ഒരാളെ ഇതിന് ഹോൾഡ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മൾ ചെന്നപ്പോൾ സീസണൊക്കെ മാറിയോണ്ട് ഇത് ഡിസംബർ ടു മാർച്ചാണ് ചെല്ലേണ്ടത്. നമുക്ക് ആ കുറേ കാഴ്ചകൾ കാണാൻ പറ്റിയില്ല. എന്നാലും മനസ്സ് നിറഞ്ഞു കേട്ടോ. ഇതൊന്ന് കാണേണ്ട കാഴ്ചകളാണ്. നിങ്ങൾ ഈ ലില്ലി ലവേഴ്സ് ആണെങ്കിൽ ഇത് എങ്ങനെ കിട്ടും, എനിക്ക് നാട്ടിലൊക്കെ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. നമ്മുടെ ക്ലൈമറ്റും അവിടുത്തെ ക്ലൈമറ്റും ഒക്കെ ഒരുപോലെ. ഇതിൻ്റെ പേര് തന്നെ വിക്ടോറിയ രാജ്ഞിയുടെ ഒരു ബഹുമാനാർത്ഥം അവർ കൊടുത്തിരിക്കുന്നത് വിക്ടോറിയ ആമസോണിക്ക എന്നാണ് ഇതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ ഇഷ്ടമുള്ളവർ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് നോക്കണേ. താറാവല്ല കേട്ടോ, വ്യത്യാസമുണ്ട്. അല്ലല്ല, താറാവ് എൻ്റെ കാലൊക്കെ ഉണ്ടോ തൊടാൻ സമ്മതിക്കുന്നോ, തൊടാൻ സമ്മതിക്കൂ കേട്ടോ. അതിനെന്തോ വെള്ളത്തിൽ ചാടും. പോകുന്ന വഴിയെല്ലാം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തോടുകളും അത് കുഞ്ഞു കുഞ്ഞു മീനുകളും പിന്നെ താറാവിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരുപാട് പക്ഷികളെ നമുക്കിവിടെ കാണാൻ കിട്ടുമായിരുന്നു. ഡാൻസ് ഓടിക്കുവേ, കൊത്തുവോ? ഓടിക്കും. ആര് പറഞ്ഞു? ഞാൻ ആദ്യമായിട്ട് താറാവ് കുഞ്ഞുങ്ങളെ എങ്ങനെ എടുത്താണ്. ഹലോ നോക്കി. വീണ്ടും ഒരു കണ്ടിട്ടില്ലാത്ത ഒരു പൂ കണ്ടതാണ്. ക്ഷീണിച്ച് മനുഷ്യൻ്റെ ഊപ്പാട് തീർന്നു. അയ്യോ, കഴിക്കാട്ടോ എളുപ്പം ക്ഷീണം പോകുന്നത്. ഗ്ലൂക്കോസ്. ഒരു 2:30 മണിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ടയേർഡായി, എനിക്കൊരു ശകലം പോലും നടക്കാൻ ഒരു വീഴുന്ന പരുവായി. ഞാൻ പറഞ്ഞു എന്തെങ്കിലും വാങ്ങിച്ച് തന്നാലേ എനിക്കിനി നടക്കാൻ പറ്റുന്നാലും യാത്രയൊന്നും പിന്മാറുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ. 2:30 ഷോപ്പിംഗ് മോളിൽ വന്നപ്പോൾ എല്ലാം ക്ലോസ് ആയി കിടക്കുന്നത് എന്താണെന്ന് നമ്മുടെ കഴിഞ്ഞ സീസണിലെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അറിയാൻ താല്പര്യമുള്ളവരൊന്ന് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യണേ. കൈ കിട്ടിയത് എന്തൊക്കെയോ വാങ്ങി കഴിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്നുള്ള യാത്ര തുടരുവാണ്. ഇന്നത്തെ കാഴ്ചകളോട് അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.